ഒരു രക്ഷയുമില്ല കേട്ടോ. നമ്മൾ എവിടെ ചെന്നാലും പൊളിയാ കേട്ടോ. നമ്മളെ ഒന്നിനും ആരും മാറ്റി നിർത്തത്തില്ല, അങ്ങോട്ട് മാറി നിൽക്കുന്ന ആരും പറയത്തില്ല കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കത്തുള്ളൂ. കാനഡയിൽ വന്ന് പൊന്നു വിളയിച്ച് അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് അറിയണ്ടേ? നമ്മുടെ തനി നാടൻ ചുമന്ന ചീര നിൽക്കുന്നുണ്ട്, നല്ല അഴച്ച് വളർന്ന് നിൽക്കുക. ഇപ്പം നമുക്കൊന്ന് ഹാർവസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതൊരു കളറാന്ന് നോക്കുക, നല്ല വലിപ്പത്തിൽ വളർന്ന് നിൽക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ഇളപ്പം തണ്ട കേട്ടോ. മൂത്ത് പോലൊന്നും അല്ല കേട്ടോ, നല്ല തളിർത്ത് നിൽക്കുക. രണ്ടെണ്ണം വിത്താന്ന് തോന്നുന്നു. പാതി കളർ വേറെ ആയിരിക്കുന്നത്, പാതി നല്ല ബ്രൗൺ, നല്ല റെഡ്. നാളെ നമ്മൾ കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചീര കട്ട്ലേറ്റ്, അതാണ് നാളെ അമ്മക്കിളിയുടെ പരിപാടി. ബാക്കി നമുക്ക് തോരനും വെക്കണം. അപ്പോൾ ഇത് അമ്മക്കിളി പെട്ടെന്ന് ഒന്ന് ചടപൊടൊന്ന് ഒന്ന് പറിച്ചെടുത്തിട്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു രക്ഷയുമില്ല, അവരെൻ്റെ കൂടുണ്ട് കേട്ടോ. എന്താ പറയാൻ, ഇതെന്തുവാ ചോദിച്ചോണ്ടിരിക്കും എപ്പോഴും. ഇങ്ങനെ ഡൗട്ട് അവർക്ക് എപ്പോഴും. ഒരു ഇലകളൊക്കെ കാണുമ്പോഴേ ഇതെന്തിൻ്റെ ഇലയാ അതെന്തിൻ്റെ ഇലയാ. കിടിലൻ ചുമന്ന ചീര കാണുമ്പോൾ എല്ലാവർക്കും കൊതി തോന്നില്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ ചുമന്ന ചീര തോന്നുന്നില്ല എല്ലാവർക്കും. ഒരു രക്ഷയില്ലെന്നല്ലേ ഇപ്പൊ മനസ്സ് വിചാരിക്കും. കണ്ടാ നമ്മുടെ ചീര, ചുമന്ന ചീര എത്ര ഉണ്ടെന്ന് കണ്ടോ. നമുക്ക് ഇതങ്ങോട്ട് കവറിലോട്ടിടാം. കവറിലോട്ട് ഇട്ടിട്ട് അടുത്ത് ബാക്കി കൂടെ തീർക്കാം. അപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേക്കൊക്കെ ഇത് അത് മൂത്ത് പോകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുറിച്ചില്ല. അവർ വരുമ്പോൾ തളർത്ത് വന്നിട്ട് പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചില്ല. ഞാൻ അന്നേ പറഞ്ഞു കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ആൻറ്റി, ഇനി വരുമ്പോൾ തന്നാൽ മതി. എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ ഏത് ചീരയുണ്ടോ അത് കൊടുക്കാം. അന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇനി ബാക്കിയുള്ളതൊക്കെ നിൽക്കട്ടെ, അത് ഇച്ചിരൂടെ ഒന്ന് മൂത്തിട്ട് നമുക്ക് മുറിക്കാം. ഇത് വല്ലാത്ത ശല്യമാണ് കിളി. ഞാൻ അതാണ്ട് ഇതിനിടയ്ക്ക് കയറി എന്ന് തിന്നിട്ട് പോയിരിക്കുന്നു കിളി. കുരുവി ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ 10-15 കുരുവി. എൻ്റെ ശബ്ദം കേട്ടത് ഒറ്റ ഓട്ടം എല്ലാം കൂടെ. എല്ലാം ഇല തിന്നുക, നല്ല മധുരമല്ലേ. ചില നമ്മുടെ ചീരയ്ക്കൊക്കെ നല്ല എളുപ്പമല്ലേ, നല്ല മധുരമുണ്ട്. പിന്നെ ഇത് ലെറ്റ്യൂസും മധുരം, പിന്നെ കേല, എല്ലാത്തിനും മധുരമാണല്ലോ. അവർക്ക് നല്ല സുഖമായിരുന്നു ഇത് തിന്നാൻ. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഒരൊറ്റ ഓട്ടം. എന്താ പറയാനാ, കിളി നമ്മളെ കണ്ടുകൂടി. നമ്മൾ പൊന്നെ പൊടിയെന്ന് പച്ചക്കറി വളർത്തുന്നു, അവർ തിന്നിട്ട് പോകാൻ. എന്താ പറഞ്ഞിട്ട് എന്ത് കാര്യം. അങ്ങേ സൈഡിലൂടെ പോയി മുറിച്ചിട്ട് വരാം കേട്ടോ. തനി നാടൻ ചുമന്ന ചീര കേട്ടോ. ഇവിടെ കൂടെ ഉണ്ട് കുറച്ച്, അതും കൂടെ ഒന്ന് ഹാർവസ്റ്റ് ചെയ്യാം. എന്താ നമ്മുടെ കേരള തനിമ എടുത്ത് കാണിക്കുന്ന നമ്മുടെ നല്ല കിടിലൻ ചുമന്ന ചീര. അവിടെ ഉണ്ടായിരുന്ന എടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഇതും കൂടെ എടുക്കാൻ പോകുന്നേ. കാനഡയിലാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ നാട്ടിലല്ല ഈ ചുമന്ന ചീര ഇങ്ങനെ വളർന്ന്. അമ്മക്കിളി നല്ല പരിപാലിച്ചിട്ടാണ് ഇത്രയും നമുക്ക് കൃഷികൾ നല്ല രീതിയിൽ വന്നത്. എന്താ പറയാനാ. അപ്പൊ നമ്മുടെ അടുത്ത സൈഡിലുള്ള ചീര നമ്മൾ വിളവെടുക്കാൻ പോവാണ്. ഇത് ഒരെണ്ണം ഞാൻ നിർത്താൻ പോവാം, കാരണം ഇത് നമുക്ക് വിത്തിന് വേണം. ബാക്കിയെല്ലാം നമ്മൾ മുറിച്ചെടുക്കുക. ഇപ്പം ഒരു തൈ നിർത്തിയേക്കും. കാര്യം അടുത്ത വർഷത്തിന് വിത്ത് വേണമല്ലോ. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചീരയും ചോദിച്ചിട്ടുണ്ട്, വിത്തും ചോദിച്ചിട്ടുണ്ട്. 2-3 നിർത്തണം. ഇപ്പോൾ അവിടെ ഒരെണ്ണം നിർത്തി. ഇനി നോക്കാം അടുത്തത് ഇതിലാണ് പൂ വരുന്ന പോലെ ആ സ്റ്റേജിൽ നിൽക്കുന്ന വെച്ചാൽ അതിൻ്റെ പോലെ നമ്മൾ നിർത്തിയേക്കാം. നിർത്തിയിട്ട് നമുക്ക് അടുത്ത വർഷം അപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കും. ഈ ഒരെണ്ണം നിർത്തിയേക്കാം. ഇത് പറിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഉള്ള പറയാൻ പറ്റും. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് കൃഷി ചെയ്തിട്ട് നമ്മൾ പറിക്കുമ്പോഴേ അതൊരു പ്രത്യേക ഇതല്ലേ. എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് എൻ്റെ വിചാരം. അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കിളിച്ച് നിറയെ ചീര വന്നിട്ടുണ്ട്. ഒരു അളവേ ഇല്ല കേട്ടോ ചീരയ്ക്ക്. നമ്മൾ ഇട്ടതും ഇടാത്തതും ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഇഷ്ടംപോലെ ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു പൊടി വിത്ത് വീണാൽ മതിയല്ലോ, ചെടി വന്നോളൂ. ഇഷ്ടംപോലെ കിളുത്ത് നിൽപ്പുണ്ട്. ഞാനിങ്ങനെ കവർ കൊണ്ട് നടന്ന് പിച്ചി പറിച്ച് വരണമല്ലേ. നമ്മുടെ തന്നെ സ്വന്തം ചീര എടുത്ത് കൂട്ടുമ്പോൾ പ്രത്യേക സന്തോഷമായി. ബാക്കിയുള്ളതൊക്കെ ഇനി വൃത്തിയാക്കാൻ ചോദിക്കുന്നവരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനോ നേരത്തേക്ക് ഉള്ളതൊക്കെ കൊടുക്കാമല്ലോ. ചെയ്യാനാ, അല്ലെങ്കിൽ വേറെ ഏത് ചീര ഉണ്ടോ അന്നേരം അത് കൊടുക്കും. തൽക്കാലം ഇപ്പം ഇതൊരെണ്ണം ഞാൻ നിർത്തി. ഞാൻ വിത്തിനെ നിർത്തി. ബാക്കി കണ്ട ഇതൊരു കളറാന്ന് നോക്ക്. ചീരയുടെ കളർ കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ചോറ് കൊണ്ടുപോകത്തില്ലേ. അപ്പം ചുമന്ന ചീര തോരൻ വെച്ചതും മുട്ട പൊരിച്ചതും സമ്മന്തിയൊക്കെ ആയിരിക്കില്ല അതിന് നമുക്ക് കൂട്ടാൻ വെക്കുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ കുഞ്ഞിലെ കേട്ടത്, ചെറുപ്പത്തിൽ എൻ്റെ ചുമന്ന ചീര തോരൻ വെച്ച് ചോറിൻ്റെ മേളിൽ വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി. ചോറ് മുഴുവൻ ചുമക്കത്തില്ലേ അങ്ങ്. ചുമന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്ന് അലറിക്കോ, അയ്യോ എൻ്റെ ചോറ് മുഴുവൻ ബ്ലഡായി എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഒന്നും പറയണ്ട ചെറുപ്പത്തിലെ ആ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ആ ചുമന്ന കളറിൽ ചീരയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വന്ന് നമ്മൾ കൃഷി ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ വിളവെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഒരു ചാക്കുണ്ട് നമുക്ക് ചുമന്ന ചീര കിട്ടിയത്. കണ്ട ഒരു കെട്ടുണ്ട്. ഇനിയുണ്ട്, വെളിയിൽ കൂടെ ഉണ്ട്. അതുകൂടെ പോയി പറിച്ചുകൊണ്ട് വരട്ടെ. അവിടെ ഇവിടെയൊക്കെ കിളിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്, അത് പറിച്ചുകൊണ്ട് വരട്ടെ. ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കണം. എല്ലാവരും അമ്മക്കിളിയോട് കൂട്ടുകൂടാനും മറന്നു പോകരുത് കേട്ടോ.